ദുബൈയിലെ അൽ ഖൈർ റോഡിൽ പുതിയ 2 പാലങ്ങൾ കൂടി തുറന്നിട്ടുണ്ട്. ഇതോടെ ഈ പ്രദേശത്തേക്കുള്ള യാത്രാ സമയം 30% കുറയുമെന്നാണ് RTA വ്യക്തമാക്കിയിരിക്കുന്നത്. മണിക്കൂറിൽ 8000 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് സബീൽ, അൽഗൂസ് 1 എന്നിവിടങ്ങളിലെ ഈ 2 പുതിയ പാലങ്ങൾ. ഈ മേഖലയിലെ തിരക്ക് കുറയുന്നതോടെ ഇന്റർസെക്ഷനിലൂടെ മണിക്കൂറിൽ കടന്നു പോകാവുന്ന വാഹനങ്ങളുടെ എണ്ണം 19,600 ഉയരും. സബീൽ പാലസ് സ്ട്രീറ്റിൽ നിന്നും ഊദ് മേത്ത സ്ട്രീറ്റിൽ നിന്നും അൽ ഖൈർ റോഡിലേക്കുള്ള ആദ്യത്തെ പാലം 700 മീറ്റർ നീളത്തിലുള്ള 3 വരി പാതയാണ്. മണിക്കൂറിൽ 4800 വാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാം. ഒപ്പം തന്നെ അൽ മെയ്ദാൻ സ്ട്രീറ്റിൽ നിന്ന് അൽ ഖൈലിലേക്കുള്ള അൽഗൂസ് 1 പാലത്തിന് 650 മീറ്റർ നീളം വരും. 2 വരി പാതയിലൂടെ മണിക്കൂറിൽ 3200 വാഹനങ്ങൾക്ക് കടന്നു പോകാമെന്നാണ് RTA വ്യക്തമാക്കുന്നത്. അൽ ഖൈൽ റോഡ് വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് റോഡുകൾ വീതി കൂട്ടുകയും കൂടുതൽ പാലങ്ങൾ പണിയുകയും ചെയ്യുന്നത് എന്ന് RTA വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.